ഭിന്നശേഷിക്കാരനായ ഹരിദാസന് ഉപജീവന മാർഗമൊരുക്കി എരുമപ്പെട്ടി പഞ്ചായത്തും കുടുംബശ്രീയും. ഹരിദാസന്റെ കടയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 6-ാം വാർഡിലാണ് മൂത്തേടത്ത് പറമ്പിൽ ഹരിദാസൻ താമസിക്കുന്നത്. 2016-ലുണ്ടായ ബൈക്ക് അപകടത്തിലാണ് 25-കാരനായ ഹരിദാസൻ കിടപ്പുരോഗിയായത്. കേച്ചേരിയിൽ വെച്ച് ഹരിദാസൻ സഞ്ചരിച്ചിരുന്ന ബൈക്കും മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തെറിച്ചുവീണ ഹരിദാസന്റെ ഇടതുകാലിലൂടെ അതുവഴി വന്നിരുന്ന ബസ് കയറിയിറങ്ങി. എല്ലുകൾ തകർന്ന ഇടതുകാൽ അരയ്ക്ക് താഴെ മുറിച്ചു നീക്കി. വലതുകാലിന്റെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 2 കൈകളിലെ എല്ലുകളിലും ലോഹറാഡുകൾ ഘടിപ്പിച്ചിരിക്കുകയാണ്. വൃക്കകൾക്കും മൂത്രസഞ്ചിക്കും കാര്യമായി ക്ഷതമേറ്റ പ്രവർത്തനക്ഷമത കുറഞ്ഞു. പഞ്ചായത്ത് നൽകിയ ഇലക്ട്രോണിക് വീൽചെയറിൽ ഇരുന്നാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ വിഭാഗത്തിലുള്ളവർക്ക് കുടുംബശ്രീ CDS മുഖേന നടപ്പിലാക്കുന്ന വരുമാനദായക ഉപജീവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെട്ടിക്കട അനുവദിച്ചത്. മനസ്സിന് സന്തോഷകരമായിട്ടുള്ളൊരു മുഹൂർത്തത്തിലാണ് നാം എല്ലാം ഉള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ കുടുംബശ്രീ മിഷൻ വഴി ഉജ്ജീവനം എന്ന ഒരു പദ്ധതിയിലൂടെ ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഹരിദാസന് ഇന്നിവിടെ നമ്മളൊരു നല്ലൊരു പെട്ടിക്കട നൽകിയിരിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, കുടുംബശ്രീ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നതിന് ശേഷം ഒരുപാട് പദ്ധതികളാണ് കുടുംബശ്രീ വഴി നടത്തുന്നത്. സംസ്ഥാന സർക്കാർ തന്നെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ അതിദരിദ്രരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി, അതുപോലെ തന്നെ ദരിദ്രരായ ആളുകളെയൊക്കെ കണ്ടെത്തി വളരെ പ്രയാസമനുഭവിക്കുന്നവരെ അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഉപജീവന മാർഗത്തിന് വേണ്ടി ഉജ്ജീവനം എന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ചടങ്ങിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, വാർഡ് മെമ്പർ മേഗി അലോഷ്യസ്, കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ്, പഞ്ചായത്ത് മെമ്പർ MK ജോസ്, ES സുരേഷ്, സെക്രട്ടറി KK രാധാകൃഷ്ണൻ, മെമ്പർ സെക്രട്ടറി VM ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. എക്സ്റ്റൻഷൻ ഓഫീസർ ജസ്റ്റിൻ സെബാസ്റ്റ്യൻ, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ലത ഹരിദാസ്, അക്കൌണ്ടന്റ് P ആതിര, കോർഡിനേറ്റർ ജ്യോതി തുടങ്ങിയവർ നേതൃത്വം നൽകി.